മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരന് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ടുവെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചുവെന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, രണ്ടാനമ്മയ്ക്കപ്പുറം ഇതൊരു അധ്യാപിക കൂടിയായിട്ടുള്ള ഉമേറ ഈ 6 വയസ്സുകാരൻ, ഓട്ടിസം ബാധിതനായ 6 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ നിന്നുകൂടി നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പെരിന്തൽമണ്ണയിൽ നിന്നും വന്നിരിക്കുന്നത്. 6 വയസ്സുള്ള മിണ്ടാൻ കഴിയാത്ത 80% ഓട്ടിസം ഉള്ള, അതായത് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയാത്ത ഒരു കുട്ടിയാണ് മാസങ്ങളോളം ഈ രണ്ടാനമ്മയുടെ ക്രൂരപീഡനത്തിന് ഇരയായിട്ടുള്ളതെന്നാണ് വരുന്ന വാർത്തകൾ. ഈ കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്, മുറിവിൻ്റെ അടയാളങ്ങളുണ്ട്, ഈ കുട്ടിക്ക് വേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുത്തില്ലെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. ക്യാൻസർ ബാധിച്ചാണ് ഇവർ മരിച്ചത്. അവരുടെ മരണത്തെ തുടർന്നാണ് പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ചത്. ഈ കുട്ടിയുടെ അമ്മ യഥാർത്ഥത്തിൽ ടീച്ചറായിരുന്നു. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അമ്മ മരിച്ച ഒഴിവിൽ വന്ന അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിച്ച ഉമേറയെ ആ സ്കൂളിൽ തന്നെ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ കുട്ടി ഏറെ കാലം 4 വയസ്സുവരെ ഈ അമ്മയുടെ രക്ഷിതാക്കളുടെ കൂടെ, അതായത് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്ന അബ്ദുൾ സമദിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം കുട്ടിയുടെ പിതാവ് കോടതിയിൽ പോയി കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റുവാങ്ങുകയായിരുന്നു. ഇയാളിപ്പോഴും വിദേശത്താണ്. അങ്ങനെ സംരക്ഷണ ചുമതല ചോദിച്ചു വാങ്ങിച്ച ഇവരാണ് ഈ കുട്ടിയെ ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഈ അബ്ദുൾ സമദ്, അതായത് കുട്ടിയുടെ അമ്മയുടെ പിതാവ്, കുട്ടിയെ കാണുവാനും അതുപോലെ ഈ സ്കൂളിലെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടി സ്കൂളിലെത്തിയപ്പോഴാണ് ഈ കുട്ടിയുടെ ശരീരത്തിലെ അടയാളങ്ങൾ കണ്ടതും ഈ കാര്യങ്ങൾ മനസ്സിലായതും. തുടർന്ന് അദ്ദേഹം ചൈൽഡ് പരാതി കൊടുക്കുകയും അങ്ങനെ ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിനെ തുടർന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് നൽകുകയും അങ്ങനെയാണ് പോലീസ് ഈ കേസിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കേസെടുത്തതിൻ്റെ പിന്നാലെ തന്നെ ഇവർ ഒളിവിൽ പോയിരിക്കുന്നു. ഇവർ മെഡിക്കൽ ലീവിലാണ് നിലവിലുള്ളത്. ഇവർക്ക് സർവീസ് ചട്ടങ്ങൾ അതുപ്രകാരമുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇവർ ഒളിവിലാണ്. അന്വേഷണം ഊർജിതമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്നാണെങ്കിലും അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർക്കും തന്നെ ഇങ്ങനെ ഒരു കൃത്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആ സ്ത്രീ പെരുമാറുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ പ്രദേശവാസികൾക്ക് ഉള്ളത്. എന്തുതന്നെയാണെങ്കിലും പോലീസ് പറയുന്നത് തീർച്ചയായും അനുമോദ്, ഇതിപ്പോൾ ഈ രണ്ടാനമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുറേ നാളുകളായി കുഞ്ഞിനെ ഇവർ ഇതുപോലെ ഉപദ്രവിച്ചിരുന്നോ? മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നോ? ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഈ രണ്ടാനമ്മയും അവരുടെ മൂത്ത മകളും അവരുടെ ചെറിയ കുട്ടിയും, അങ്ങനെ കുറച്ച് പേർ മാത്രമാണ്. പുറമേ നിന്നാരും, അതായത് ഈ കുട്ടിയുടെ ആദ്യത്തെ അമ്മയുടെ രക്ഷിതാക്കൾ ഇവിടേക്ക് വരാറില്ല, ഈ കുട്ടി താമസിക്കുന്നിടത്തേക്ക് വരാറില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഈ കുട്ടിയെ ഇവർക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ അവധിയായതുകൊണ്ട് കുട്ടി പുറത്തു പോകാനുള്ള സാധ്യതയും കുറവാണ്. പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരുപക്ഷെ ഉമേറയുടെ വേണ്ടപ്പെട്ട വീടുകളിലേക്ക് മാത്രമായിരിക്കും. ഈ കുട്ടിയെ പുറത്ത് കണ്ടപ്പോഴാണ്, ഈ സ്കൂളിലെത്തി കണ്ടപ്പോഴാണ് ഈ കുട്ടിയുടെ അമ്മയുടെ രക്ഷിതാക്കൾ, അതായത് ഈ മരിച്ചുപോയ അമ്മയുടെ അച്ഛനും മറ്റുള്ളവരും ഈ വിവരം അറിയുകയും അങ്ങനെ അവർ ഈ വിഷയത്തിൽ പോലീസിനെ അല്ലെങ്കിൽ ചേട്ടലിനെ സമീപിക്കുകയും തുടർന്ന് ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിന് മുൻപ് ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. എന്നാണെങ്കിലും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടിയുടെ ആരോഗ്യനില തന്നെയാണ്. നിലവിലത് ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം കുട്ടിയെ ഇപ്പോൾ ഈ ശരിക്കുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കാണ് കോടതി ഇപ്പോൾ സുരക്ഷത്തിന് നൽകിയിരിക്കുന്നത്. താൽക്കാലിക ഉത്തരവാദിത്വം, രക്ഷാകർത്താവിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് നൽകിക്കൊണ്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി നിലവിൽ അവരുടെ കൂടെയാണുള്ളത്. ഈ വിഷയത്തിൽ സംഭവത്തിൽ ഇനി പോലീസിൻ്റെ ഭാഗത്ത് എന്തെല്ലാം നടപടികളുണ്ടാകും, സ്കൂൾ അധികൃതർ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.